നമ്മുടെ ഏഷ്യാനെറ്റ് ചാനലിലെ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ട് വളരെയേറെ വിവാദങ്ങൾ പുകയുകയാണ്. വിവാദങ്ങളൊക്കെ മുമ്പും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തവണ അത് ഒരു പടി കൂടി കടന്ന് ബിഗ് ബോസിന്റെ സംഘാടകർക്കെതിരെ കേസ് കൊടുക്കുന്ന നിലയിലേക്കൊക്കെ ഈ വിവാദങ്ങൾ വളർന്നിട്ടുണ്ട്. ബിഗ് ബോസിലെ മുൻ മത്സരാർത്ഥികൾ പോലും പലതരം ആരോപണങ്ങളുമായി രംഗത്ത് വരികയാണ്. എന്താണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥ പ്രശ്നം? അത് മനസ്സിലാകണമെങ്കിൽ ആരാണ് ഈ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ പ്രേക്ഷകർ എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11 മണി വരെ സീരിയൽ കൊണ്ട് സമ്പുഷ്ടമായ അല്ലെങ്കിൽ അതുകൊണ്ട് നല്ല റേറ്റിംഗ് ഉള്ള ഒരു ചാനലാണ് ഏഷ്യാനെറ്റ്. എന്നാൽ അത്തരം സീരിയലിന്റെ കുറച്ച് സമയം അപഹരിച്ചുകൊണ്ട് വർഷത്തിലൊരിക്കൽ 100 ദിവസം, അതായത് ഏകദേശം 3 മാസം സംപ്രക്ഷേപണം ചെയ്യുന്ന ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയ്ക്ക് സീരിയലിനേക്കാൾ കൂടുതൽ പ്രേക്ഷകരെ ആകർഷിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് അവർക്കതിന് സാധിക്കുന്നത്? അത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഉണിഞ്ഞു നോക്കാനുള്ള നമ്മുടെ വാസനയാണ്, അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ പ്രേക്ഷകരുടെ വാസനയാണ് ഇതിന് കാരണം. ഇത് പറയുമ്പോൾ പലരും അത് സമ്മതിച്ചു തരണം എന്നില്ല, എങ്കിലും ഇതാണ് സത്യം. നമസ്കാരം, ഞാനൊരു ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണമെന്നും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് ബിഗ് ബോസിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. സീരിയലിൽ കാണിക്കുന്നതും കുടുംബ ബന്ധങ്ങളും ജീവിതവും ഒക്കെയാണെന്ന് നമുക്കറിയാം. പക്ഷേ അതെല്ലാം കഥകളാണ് എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ ബിഗ് ബോസ് അങ്ങനെയല്ല. ലൈവായി കുറച്ച് ആളുകളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഉണിഞ്ഞു നോക്കാൻ നമുക്കൊരു അവസരം തരുന്നു. അതാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ചെയ്യുന്നത്. ഈ നാട്ടിലൊക്കെ കുളിക്കുന്നിടത്ത് ഉണിഞ്ഞു നോക്കുന്നവരെ കുറിച്ചും അല്ലെങ്കിൽ കിടപ്പറയിൽ ഉണിഞ്ഞു നോക്കുന്നവരെ കുറിച്ചുമൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ പ്രേക്ഷകരും അതേ മാനസികാവസ്ഥയുള്ളവരാണ് എന്നതാണ് യഥാർത്ഥ സത്യം. അതുകൊണ്ടാണ് ഈ ഷോയിൽ നിലനിന്നു പോകാൻ പലരും ഒരു ലവ് ട്രാക്ക് അല്ലെങ്കിൽ ഒരു ലവ് സ്ട്രാറ്റജി ഒക്കെ ഉപയോഗിക്കുന്നത്. കാഴ്ചക്കാരായ ആളുകൾക്ക് ഇത്തരം സീനുകൾ നന്നായി ഇഷ്ടപ്പെടുമെന്നും അതുകൊണ്ട് തങ്ങൾക്ക് ഇതിൽ നിലനിന്നു പോകാമെന്നും മത്സരാർത്ഥികൾ വിചാരിക്കുന്നു. കാഴ്ചക്കാരായ ആളുകൾ ചിലപ്പോൾ പരസ്യമായി ഇതിനെ തള്ളി പറഞ്ഞാൽ പോലും അവരിതെല്ലാം നന്നായി ആസ്വദിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തങ്ങൾക്ക് ഈ ഷോയിൽ നിലനിന്നു പോകാമെന്നും മത്സരാർത്ഥികൾ വിചാരിക്കുന്നു. പ്രേക്ഷകർ രസിച്ചു കാണുന്ന സീനുകൾക്ക് നല്ല വിറ്റുവരവുള്ളതുകൊണ്ട് ബിഗ് ബോസ് ടീമും അത്തരം സീനുകൾ പ്രൊമോട്ട് ചെയ്യുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കാഴ്ചക്കാരുടെ മാനസികാവസ്ഥയെ ഇത്തരം റിയാലിറ്റി ഷോകൾ എങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ ഷോയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനൊന്നുമല്ല, അതുകൊണ്ട് ഒരു പ്രേക്ഷകൻ എന്ന നിലയിലല്ല, മറിച്ച് സോഷ്യൽ മീഡിയയിൽ ഈ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന വിവാദങ്ങളെ പറ്റി മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. വിവാദങ്ങളെ പറ്റി പറയുമ്പോൾ ആദ്യം അഖിൽ മാരാരെ പറ്റി പറയണം. സ്വന്തമായി വിവാദങ്ങൾ ഉണ്ടാക്കി വിവാദങ്ങളിലൂടെ വളർന്ന് വിവാദങ്ങളിലൂടെ പടർന്ന് വിവാദങ്ങളിലൂടെ പന്തലിച്ചു നിൽക്കുന്ന അഖിൽ മാരാരെ പറ്റി നമ്മൾ പറയുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ ഈ ബിഗ് ബോസിന് അഖിൽ മാരാരെ പറ്റി എന്തായിരിക്കും പറയാനുണ്ടാവുക? എന്റെ പറമ്പിലെ ചക്ക നിന്നിട്ട് എന്റെ വീടിന്റെ മുമ്പിൽ തന്നെ തൂറി വെച്ചിട്ട് പോകുന്നതാണ് ഈ മാമച്ചൻ. എനിക്ക് ഉറപ്പാണ് ഇങ്ങനെ തന്നെയായിരിക്കും ബിഗ് ബോസിന് അഖിൽ മാരാരെ പറ്റി പറയാനുണ്ടാവുക. നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങളും വിവാദങ്ങളാവാറുണ്ട്. പക്ഷേ മനഃപൂർവ്വം വിവാദങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തി ജീവിക്കുന്ന ഒരേ ഒരു വ്യക്തി അഖിൽ മാരാർ മാത്രമാണ്. അതിന് പല ഉദാഹരണങ്ങളുമുണ്ട്. ഇപ്പോ അല്ലറ ചില്ലറ ചാനൽ ചർച്ചകളൊക്കെ ആയിട്ട് നടന്ന ഇയാള് അത്രയ്ക്ക് വലിയ ഫേമസ് ഒന്നും അല്ലായിരുന്നു, എങ്കിലും എങ്ങനെയെങ്കിലും ബിഗ് ബോസിൽ ഒന്ന് കയറി പറ്റണമെന്ന അതിയായ ആഗ്രഹം പുള്ളിക്കുണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി പുള്ളി എന്താണ് ആദ്യം ചെയ്തത്? ബിഗ് ബോസിനെ തന്നെ കുറ്റം പറയുക. അതായത് ബിഗ് ബോസ് എന്ന ഈ ചീഞ്ഞ ഷോയിൽ പങ്കെടുക്കുന്നതിലും ഭേദം ലുലുമാലിൽ പോയി തുണി പൊക്കി നിൽക്കുന്നതാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് അഖിൽ മാരാറിന്റേതായിട്ട് വന്നു. അങ്ങനെ ചെയ്താൽ ഇതിൽ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കും എന്നുള്ള ഒരു പരാമർശം. ഈ പരാമർശം ആദ്യം കേട്ടവർക്ക് തോന്നിയത് ആ റിയാലിറ്റി ഷോയെ കുറിച്ച് ഇദ്ദേഹം കുറ്റം പറയുകയാണ് എന്നാണ്. പക്ഷേ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, ചാനൽ ചർച്ചയിലെ പെർഫോമൻസ് കൊണ്ടോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇയാൾ തന്നെ തള്ളിക്കയറ്റുന്നത് പോലെ ഞാൻ പണ്ട് മുഖ്യമന്ത്രിക്കെതിരെ പോലും വിമർശനങ്ങൾ ഉന്നയിച്ച് അതുകൊണ്ട് സ്വന്തം പേരിൽ കേസുള്ള ആളാണ് ഞാൻ എന്നൊക്കെയുള്ള ഇയാളുടെ ആ വീരശൂര പരാക്രമിയായ അഖിൽ മാരാരുടെ പെർഫോമൻസിന്റെ ബലത്തിലാണോ ഇയാൾ ശരിക്കും ബിഗ് ബോസിൽ കയറിയത്? അല്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ലുലുമാളിലെ മുണ്ടുപൊക്കൽ എന്ന ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് അഖിൽ മാരാർ എന്ന വ്യക്തിയെ ബിഗ് ബോസിൽ എത്തിച്ചത്. ഇതിനെയാണ് വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന വിവാദങ്ങൾക്ക് അത്രയൊക്കെ പ്രസക്തിയുള്ളൂ. ഇപ്പൊ തന്നെ കുറ്റം പറഞ്ഞ ബിഗ് ബോസ് ഷോയിൽ പോയി കപ്പും വാങ്ങി പുറത്തിറങ്ങിയ അഖിൽ മാരാരെ പിന്നെ നമ്മൾ എപ്പോഴാണ് കാണുന്നത്? അടുത്ത വിവാദം ഉണ്ടാകുമ്പോൾ. അതും ഇയാൾ തന്നെ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന വിവാദങ്ങളിലൂടെയാണ് വീണ്ടും നമ്മൾ അയാളെ കാണുന്നത്. അടുത്തിടെ അയാളുടെ എന്തോ ഒരു പ്രസംഗം ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. എന്തോ പിണറായി വിജയന്റെ അപ്പി കൊണ്ടുപോയെന്നോ പണയം വെച്ചെന്നോ സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയെന്നോ ഒക്കെ പറഞ്ഞുള്ള ഒരു വിവാദ പ്രസംഗം. അപ്പൊ ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കിയാണ് ഇയാള് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വീണ്ടും വീണ്ടും വരുന്നത് മനഃപൂർവ്വം ഇയാൾ ഉണ്ടാക്കുന്ന വിവാദങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഉണ്ടാക്കുന്ന വിവാദങ്ങളെ അത്തരത്തിലുള്ള അപ്പി വിവാദങ്ങളായി തന്നെ നമ്മൾ പരിഗണിച്ചാൽ മതി. പിന്നെ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോഴുള്ള അഖിൽ മാരാരുടെ ഒരു മിടുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആവശ്യത്തിന് വേണ്ട എരിവും പുളിയൊക്കെ ചേർക്കാൻ അദ്ദേഹം വളരെ മിടുക്കനാണ്. സ്ത്രീകൾ പീഡനത്തിന് ഇരയാകുന്നു, ചൂഷണത്തിന് ഇരയാകുന്നു. ഇപ്പോ പുള്ളി വിജയിയായതിനു ശേഷം അടുത്ത ഒരു സീസൺ, ആ സീസൺ പകുതിയാവുമ്പോൾ പറയുന്നു സ്ത്രീകൾ വളരെയേറെ ചൂഷണത്തിന് ഇരയാകുന്നു, പീഡനത്തിന് ഇരയാകുന്നു എന്നൊക്കെ. സംഭവം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ഓഡിയൻസിന്റെ സൈക്കോളജി. കാരണം ഈ ഷോയുടെ പ്രേക്ഷകരാണല്ലോ
ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നവരിൽ അധികവും. അപ്പോൾ അത്തരം ആളുകൾ ഇതിന് ശ്രദ്ധിക്കണമെങ്കിൽ ഇപ്പോ നമ്മുടെ ഒമർ ലുലു ഒക്കെ നേരത്തെ പങ്കെടുത്തിട്ട് വന്നപ്പോൾ അദ്ദേഹമൊക്കെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു, ഇത് സ്ക്രിപ്റ്റഡ് ആണ്, അവർക്ക് താല്പര്യമുള്ള ആളുകൾക്ക് കൂടുതൽ സ്ക്രീൻ സ്പേസ് കൊടുത്ത് എഡിറ്റ് ചെയ്താണ് കാണിക്കുന്നത് എന്നൊക്കെ ഒരു ആരോപണം, വളരെ ജെനുവിനായ ചില ആരോപണങ്ങൾ ഒമർ ലുലുവിനെ പോലെയുള്ള ആളുകൾക്ക് ഈ ബിഗ് ബോസിനെതിരെ പറഞ്ഞിരുന്നു. പക്ഷെ ആ തരം വിവാദങ്ങളൊന്നും പോരാ. അഖിൽമാരാർക്ക് കൃത്യമായി അറിയാം ആളുകൾ ശ്രദ്ധിക്കണമെങ്കിൽ ഇച്ചിരി എരിവും പുളിയും മസാലയും ഒക്കെ ചേർത്ത വിവാദങ്ങൾ ഉണ്ടാക്കിയാലേ നടക്കുള്ളൂ എന്ന്. അതുകൊണ്ടാണ് പെട്ടെന്ന് സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു, സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളുടെ രക്ഷകനായിട്ട് അങ്ങ് നിലവിൽ വന്നത്. ഇതിൽ മുമ്പ് പങ്കെടുത്ത പല സ്ത്രീകളും തന്നോട് വന്ന് പരാതി പറഞ്ഞു, തന്റെ കൂടെ പങ്കെടുത്ത പല സ്ത്രീകളും തന്നെ വിളിച്ച് പരാതി പറഞ്ഞു. ഇതിന് മാത്രം സ്ത്രീകളൊക്കെ വിളിച്ച് പരാതിയും സങ്കടങ്ങളും പറയാൻ ഇയാളാരെ ഗുരുവായൂരപ്പുരം. അപ്പൊ ഇതൊന്നും അല്ല കാര്യം. ഇത്തരം ഒരു കാര്യം പറഞ്ഞാൽ മാത്രമേ ആളുകൾ താൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുകയുള്ളൂ എന്ന് വളരെ കൃത്യമായിട്ട് അഖിൽമാരാർക്ക് അറിയാം. അതല്ലെങ്കിൽ സ്ത്രീകൾ ചൂഷണം നേരിടുന്ന ഏക പരിപാടി ഒന്നും അല്ലല്ലോ ഇത്. ഇപ്പോ സിനിമയിലായാലും ഇത്തരം TV ഷോകളിലോ മാത്രമല്ലല്ലോ, സ്ത്രീകൾ തൊഴിൽ ചെയ്യുന്ന ഏതൊരു മേഖലയിലും അവർ ചൂഷണത്തിന് ഇരയാകുന്നുണ്ട്. പക്ഷെ അതിന് എന്താണ് ചെയ്യാൻ പറ്റുക? കൃത്യമായി സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് തന്നെ കൃത്യമായ പരാതികൾ ഉണ്ടാവുകയും അതിന് നിയമപരമായി നേരിടാൻ ഒരു സംവിധാനം ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ് ഇതിനുള്ള ഏക പരിഹാരം. അതല്ലാതെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത് കൊണ്ടോ യൂട്യൂബിൽ വീഡിയോ നിർമ്മിച്ചിടുന്നത് കൊണ്ടോ എല്ലാം സ്വന്തമായി റീച്ച് കൂടും എന്നുള്ളതല്ലാതെ ഈ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരമല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അഖിൽമാരാർ ഉദ്ദേശിക്കുന്നത് ഇതല്ല, വിവാദങ്ങൾ ഉണ്ടാക്കുക, അതുകൊണ്ട് മെയിൻ സ്ട്രീമിൽ നിൽക്കുക. അപ്പൊ അതിന് വേണ്ട എരിവും പുളിയും മസാലയും ഒക്കെ ചേർക്കണമെങ്കിൽ ഇത്തരം ചില കാര്യങ്ങൾ പറഞ്ഞാലേ ഇത് വിറ്റ് പോവുകയുള്ളൂ എന്ന് വളരെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് അഖിൽമാരാർ. അതുകൊണ്ട് തന്നെ അഖിൽമാരാർ ഉണ്ടാക്കുന്ന വിവാദങ്ങളെ നാം അത്തരത്തിൽ കണ്ടാൽ മതി. അതായത് അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രോം, അങ്ങനെ പറഞ്ഞ് ചുരുക്കാം. പക്ഷെ ബിഗ് ബോസിനെതിരെ വളരെ ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വന്നത് സിബിൻ എന്ന ഒരു മത്സരാർത്ഥിയാണ്. അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തുകയും ഏതാണ്ട് അദ്ദേഹത്തിന്റെ വക്കീലിന്റെയൊക്കെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ ഒരു പത്രസമ്മേളനം നടത്തുകയും അതിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു, കൃത്യമായി ഞാൻ ബിഗ് ബോസിനെതിരെ നിയമപരമായ നടപടിയിലേക്ക് പോവുകയാണ് എന്നും പരാതി നൽകി കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തിയ സിബിൻ എന്ന ഒരു മുൻ മത്സരാർത്ഥി. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ സീരിയസ് ആയതും അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ ഒരു കാര്യമാണ്. കാരണം ഇത്തരം റിയാലിറ്റി ഷോകൾ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചും ക്രൂരതകളെക്കുറിച്ചും ഒക്കെയാണ് അദ്ദേഹം വളരെ കൃത്യമായി തെളിവോടുകൂടി വളരെ സിൻസിയറായി വന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞ്, അതായത് ഒരു പത്രസമ്മേളനം നടത്തി സമൂഹത്തോട് വിളിച്ചു പറയുന്നത്. അത് തീർച്ചയായും ഗുരുതരമായ ഒരു മനുഷ്യാവകാശ ലംഘനമാണ്. കുറച്ചുപേരെ സമൂഹത്തിലെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും പറിച്ചെടുക്കുക, അവരെ ഒരു മുറിയിലിട്ട് പൂട്ടി മാക്സിമം മെന്റൽ സ്ട്രെസ്സിലേക്ക് തള്ളിവിടുക, അത് ഷൂട്ട് ചെയ്ത് നാട്ടുകാരെ കാണിച്ച് കാശുണ്ടാക്കുക. കാര്യം ഇതൊക്കെ അവരോട് മുൻകൂട്ടി കാര്യങ്ങൾ പറയുകയും ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി അതിൽ സൈൻ ചെയ്യിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. എന്നാലും ഓൾറെഡി മെന്റൽ സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളെ കൂടുതൽ സ്ട്രെസ്സിലേക്ക് തള്ളിവിടുകയും അല്ലെങ്കിൽ അതിൽ നിന്ന് റിലീഫ് കിട്ടാനെന്ന വ്യാജേന മെഡിക്കൽ സഹായം എന്ന രീതിയിൽ മെന്റൽ സ്ട്രെസ് കൂട്ടാനുതകുന്ന തരത്തിലുള്ള മരുന്നുകൾ അല്ലെങ്കിൽ മാനസിക രോഗികൾ കഴിക്കുന്ന മരുന്നുകൾ പോലും നൽകി അവരെ കൂടുതൽ സ്ട്രെസ്സിലേക്ക് തള്ളിവിടുന്ന രീതി, അതൊന്നും കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവമാണ്. ഇത് എത്ര വലിയ ജനപ്രിയ പ്രോഗ്രാമാണ് അല്ലെങ്കിൽ എത്ര മുതൽ മുടക്കുള്ള പ്രോഗ്രാമാണ് എന്ന് പറഞ്ഞാൽ പോലും ഇത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനവും ഒരു കുറ്റകൃത്യവുമാണ്. പിന്നെ ബിഗ് ബോസിന്റെ സംഘാടകര് അത്തരത്തിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ, അതായത് ആളുകളെ ഇങ്ങനെ മെന്റൽ സ്ട്രെസ്സിലേക്ക് തള്ളിവിടുക, അത് ഷൂട്ട് ചെയ്ത് ആളുകളെ വീണ്ടും വീണ്ടും കാണിച്ച് രസിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? അത് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. കാരണം കാഴ്ചക്കാരുടെ മാനസികാവസ്ഥ. ഇപ്പൊ ഈ ഷോയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മത്സരാർത്ഥികളും ഒരു പ്രത്യേക തരക്കാരാണ്. കാരണം ചില മത്സരാർത്ഥികൾ അവരുടെ ഭൂതകാലത്തെ പറ്റി പറയുന്ന, അവരുടെ പാസ്റ്റ് ലൈഫ്, ഇതുവരെയുള്ള ജീവിതം എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിച്ചു പറയുന്ന ഒരു ചെറിയ ഭാഗം ഈ ബിഗ് ബോസ് ഷോയുടെ ഭാഗമായിട്ട് തന്നെ ഉൾപ്പെടുത്തും. അപ്പൊ അതിൽ ഓരോ ആളുകളും പറയുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ പറയുന്ന കാര്യങ്ങൾ, അവര് ഒന്നുകിൽ ഫാമിലിയിൽ നിന്നും ഒറ്റപ്പെട്ട് കഴിയുന്നവരായിരിക്കും, ഭർത്താവിൽ നിന്നും അകന്ന് കഴിയുന്നവര്, ഡിവോഴ്സ് ആയിട്ടുള്ളവര്, അല്ലെങ്കിൽ മാതാപിതാക്കളോട് വഴക്കുകൂടി ശത്രുതാ മനോഭാവത്തോടു കൂടി ജീവിക്കുന്ന, കുടുംബം വിട്ടെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകളായിട്ട് വരുന്ന മത്സരാർത്ഥികൾ, അവരെല്ലാം അത്തരത്തിലുള്ള കടുത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയവരെ, അത്തരം മെന്റൽ സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ചാണ് ഈ മത്സരത്തിലേക്ക് എൻട്രി നൽകുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി അവരുടെ പഴയ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതെന്തിനാണ് അങ്ങനെയുള്ള ആളുകളെ പ്രത്യേകം തെരഞ്ഞു പിടിച്ച് ഈ ഷോയിൽ ഉൾപ്പെടുത്തുന്നത്? കാരണം സിമ്പിളാണ്. ഓൾറെഡി മാനസികമായി ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരെ വെച്ച് അവരെ ഒരു മുറിയിൽ 100 ദിവസത്തേക്ക് അടച്ചിടുമ്പോൾ അതിൽ കാഴ്ചയ്ക്കുള്ള ഈ കാഴ്ചക്കാരന്റെ എലമെന്റ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഉളിഞ്ഞു നോക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന പല ഘടകങ്ങളും പല കണ്ടന്റുകളും ഈ ഷോയിലേക്ക് കിട്ടും എന്ന്
സംഘാടകർക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അത്തരം ആളുകളെ വെച്ച് ഇങ്ങനെ ഒരു ഷോ ചെയ്യുന്നത്. പിന്നെ വേറെ ഉണ്ടാവുന്ന ചില ചെറിയ ചെറിയ വിവാദങ്ങളുണ്ട്. അതായത് മറ്റേ ഒരു മത്സരാർത്ഥിയുടെ മുൻ ഭർത്താവ് FB-യിൽ പോസ്റ്റ് ഇടുന്നു, അതിന് മറുപടിയായിട്ട് ഇപ്പോഴുള്ള ഭർത്താവ് FB-യിൽ പോസ്റ്റ് ഇടുന്നു, പിന്നെ അതിന്റെ രണ്ടിന്റെയും ഇടയിൽ അഖിൽമാരാർ ചെന്ന് കയറുന്നു. ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഈ ഷോയെ കൊഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൂസ്റ്റ്, ഇതിനെ ഒരു ടൈം ലൈനിൽ നിൽക്കണമല്ലോ, ഈ ഷോ കാണികൾക്കിടയിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മനഃപൂർവ്വമായി ഉണ്ടാക്കുന്ന വിവാദങ്ങളാണ് എന്ന്, അതായത് പെയ്ഡ് വിവാദങ്ങൾ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള വിവാദങ്ങൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എഡിറ്റ് ചെയ്താണ് ഈ പ്രോഗ്രാം കാണിക്കുന്നത് എന്ന വിവാദം, അത് തീർച്ചയായും അങ്ങനെയാണ്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാൻ താല്പര്യ കക്ഷികളായിട്ടുള്ള പ്രേക്ഷകർ ഉള്ളിടത്തോളം കാലം അത്തരം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ മസാലക്കൂട്ടുകൾ ചേർത്ത് മാത്രമേ ഈ പ്രോഗ്രാം എഡിറ്റ് ചെയ്ത് മാത്രമേ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാൻ സാധിക്കൂ എന്ന സംഘാടകരുടെ ആ നിസ്സഹായ അവസ്ഥയെ എല്ലാവരും മനസ്സിലാക്കണം എന്നും, പിന്നെ ഈ അടുത്ത കാലത്ത് തിയേറ്ററിൽ സിനിമകളൊന്നും വിജയിക്കുന്നില്ലാത്തതിന്റെ ഒരു പരാതിയിലിരിക്കുന്ന, ഏറ്റവും വലിയ ട്രോമയിലൂടെ കടന്നു പോകുന്ന, മെന്റൽ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ലാലേട്ടനെ ഈ ഒരു ഷോയിലൂടെ എങ്കിലും ടൈം ലൈനിൽ നിൽക്കാനും ജീവിച്ചു പോകാനും അനുവദിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണം എന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.